നമസ്കാരം. പാഠശാലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററായ ദ്രവബലങ്ങൾ എന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ദ്രവബലങ്ങൾ, ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്, 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ, നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിലെ പാർട്ട് 1 വീഡിയോയിലേക്ക് ഒന്നുകൂടി എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ തുടങ്ങുന്നത് തന്നെ ഒരു ടെക്സ്റ്റിൽ തന്നെ നിങ്ങളുടെ ചാപ്റ്റർ തുടങ്ങുന്ന കുറച്ച് ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്നാമത്തെ ഫിഗറിൽ എന്താ തന്നിട്ടുള്ളത്? ഒരു ലേഡി എന്ത് ചെയ്യുന്നു, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളത്തിൽ മുക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താ സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. പ്ലാസ്റ്റിക് മൂടി അടച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ് മുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ മുക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ നേരെ പൊന്തി വരും. അത് നമുക്ക് മേലിട്ടൊരു ഫോഴ്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാവും. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു വസ്തുവിനെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുള്ള പോലെ തോന്നും. അതാണ് രണ്ടാമത്തെ ഫിഗർ തന്നിട്ടുള്ളത്. അതേ സാധനം തന്നെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടും. ആ കുട്ടിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം വെയിറ്റ് കൂടിയിട്ടുണ്ടെന്ന്. നിങ്ങൾ ഈ സംഭവം നിങ്ങൾ വേറൊരു സ്ഥലത്തൂടെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കിണറിൽ നിന്നൊക്കെ വെള്ളം കോരിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പി എന്ത് ചെയ്യും, അതായത് വെള്ളം കോരി ബക്കറ്റ് ഉണ്ടല്ലോ, അത് വെള്ളത്തിൻ്റെ അടിയിൽ പോണ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അത് കോരുന്ന സമയത്ത് ഭയങ്കര ഈസി ആയിട്ട് കോരാൻ പറ്റും. അതേസമയം അത് വേറെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് വെയിറ്റ് അനുഭവപ്പെടും. അപ്പോൾ ഈ സിറ്റുവേഷൻസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ വെയിറ്റ് കുറയുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിലെ ആദ്യത്തെ ഒരു പോയിന്റ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വസ്തു വെള്ളത്തിലേക്ക് പോകുമ്പോൾ വെള്ളം അതിൻ്റെ മേലേക്ക് ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ബോയൻ ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറയാം. എന്താ പറയുക? ബോയൻ ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ നമുക്ക് വെയിറ്റ് കുറവ് അനുഭവപ്പെടുന്നത്. അത് കറക്റ്റ് ഡെഫിനിഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, when a body is immersed completely or partially in a fluid, the fluid exerts an upward force on the body. This force is known as buoyancy. മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടി പറയുകയാണെങ്കിൽ, ഒരു വസ്തു ദ്രാവകത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൻ്റെ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. ഈ ബലമാണെന്ത്? പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഇതിനാണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു ഫോഴ്സ് തന്നെയാണ്. പിന്നെ ഇനി നമ്മുടെ വരുന്ന വീഡിയോയിൽ ഇനി വരാനുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ നീല ബോക്സിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റിലുള്ള പോർഷൻ തന്നെയാണ്. നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തതിന് ശേഷം അതൊന്ന് വായിക്കാൻ ശ്രമിക്കാം. ഓക്കെ. നമുക്കറിയാം, ഒരു ടേബിളിൽ ഇപ്പോൾ നമ്മൾ ലോസ് ഓഫ് മോഷനൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ടേബിളിൻ്റെ മേലെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താ അവിടെ സ്റ്റേബിളായിട്ട് ഇരിക്കാനുള്ള കാരണം? ഈ ടേബിൾ അതിൻ്റെ മേലേക്ക് ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ വെള്ളം എന്ത് ചെയ്യും? ഈ വസ്തുവിലേക്ക് ഒരു വെയിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് കൊടുത്താൽ മതി, നമുക്ക് കുറച്ച് ബലം കൊടുത്താൽ മതി അതിനെ പൊന്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് വെള്ളത്തിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ എന്തുണ്ടാവും? അതിൻ്റെ അടിയിലേക്ക് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ടാവും. വെള്ളം നമ്മളെ സഹായിക്കണമെന്നില്ല. വെള്ളത്തിൻ്റെ അടിയിലാകുമ്പോൾ വെള്ളം കൂടി ആ ഒബ്ജക്റ്റിനെ പൊക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളം കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്ലവക്ഷമ ബലം എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയും? ബോയൻ ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, അതിൻ്റെ ഡെഫിനേഷനാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ ബോയൻ ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു. ഇനി എങ്ങനെയാണ് നമ്മൾ ബോയൻസി മെഷർ ചെയ്യുക, അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം മെഷർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ ഒരു കല്ല് എന്തിൽ വെയിറ്റ് നോക്കണ ത്രാസിൽ വെയിങ് മെഷീനിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം എന്താ? എയറിലാണല്ലോ കേട്ടോ. ഈ ഭാഗം നമ്മൾ എയറിൽ വെച്ചിട്ട് വെയിറ്റ് നോക്കുകയാണ്. അപ്പോൾ കല്ലിൻ്റെ വെയിറ്റ് എയറിൽ നോക്കി. ഓക്കെ, സപ്പോസ് നമുക്ക് കല്ലിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ 500 ഗ്രാം എന്ന് കിട്ടി. അതേ സാധനം തന്നെ നേരെ നമ്മൾ എന്ത് ചെയ്യുക? വെള്ളത്തിലേക്ക് വെച്ച് നോക്കി. അപ്പോൾ എന്താ കാണാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കാണിക്കുന്ന റീഡിംഗ് ഉണ്ടല്ലോ, വെയിങ് മെഷീനിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൽ ഇവിടെ റീഡിങ് കാണിക്കും. അത് നേരെ വെള്ളത്തിൽ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ റീഡിങ് എന്തായിട്ട് കാണാം? കുറഞ്ഞതായിട്ട് കാണും. അപ്പം അതിൽ ചിലപ്പോൾ ഒരു 400 ഗ്രാം ആയിരിക്കും കാണുമെന്ന് വിചാരിക്കാം. കുറഞ്ഞു 500 ഗ്രാം ഉള്ളത് ഒരു 400 ഗ്രാമായിട്ട് കണ്ടു. അപ്പോൾ ആ ഒരു വെയിറ്റിലുള്ളൊരു കുറവുണ്ടല്ലോ, ആ വെയിറ്റിലുള്ള കുറവാണ് നമ്മുടെ ബോയൻസി കാരണമാണ്, പ്ലവക്ഷമ ബലം കാരണമാണ് ആ കുറവ് അനുഭവപ്പെട്ടത്. കാരണം ഇവിടെ എന്ത് ചെയ്യും? നമ്മുടെ വെള്ളം കല്ലിൻ്റെ മേലെ ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ വെയിറ്റ് കുറയും. ആ കുറഞ്ഞ വെയിറ്റാണ് നമ്മുടെ
ബോയൻസി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ ബോയൻസി എന്ത് വരും? ഇവിടുത്തെ ബോയൻസി അല്ലെങ്കിൽ ഫ്ലൂഷൻ ഓയിൽ എന്ത് വരും? 500 മൈനസ് 500 ഗ്രാം മൈനസ് 400 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര കിട്ടും? 100 ഗ്രാം കിട്ടുക. നമ്മൾ സാധാരണ ബോയൻസി പറയുക അത് ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുക. അപ്പോൾ ഇവിടെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ വെയിറ്റ് നമ്മൾ ഒരു ന്യൂട്ടണിൽ പറയാം. ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബോയൻസി എപ്പോഴും ഡിഫൈൻ ചെയ്യുക. അതായത് ഇപ്പോൾ ഈ കല്ലിൻ്റെ വെയിറ്റ് നമുക്കറിയാലോ, വെയിറ്റ് എങ്ങനെയാണ് പറയുക? വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ജി ആണെന്ന് അറിയാം. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ആക്സലറേഷനാണ്. അപ്പോൾ മാസ് ഇൻറ്റു ജി ആണ് നമ്മുടെ വെയിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വെയിറ്റിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നമുക്കറിയാം, ന്യൂട്ടൺ ആണെന്നറിയാം. അപ്പോൾ ഈ കല്ലിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ന്യൂട്ടൺ ആണെന്ന് വിചാരിച്ചു. എയറിലതിന് 10 ന്യൂട്ടൺ കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വെള്ളത്തിൽ മുക്കി വെച്ച സമയത്ത് എത്ര കിട്ടി? ഒരു 6 ന്യൂട്ടൺ കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബോയൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 മൈനസ് 6 എത്ര? 4 ന്യൂട്ടൺ ആയിരിക്കും ബോയൻസി. അത്രയും ഫോഴ്സ് ആയിരിക്കും കല്ലിൻ്റെ മേലെ നമ്മുടെ വെള്ളം കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ബോയൻസി കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലൂഷൻ ഓയിൽ കാൽക്കുലേറ്റ് ചെയ്യുക മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബോയൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അതായത് ഫ്ലൂഷൻ ഓയിലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. 3 ബീക്കറിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എടുത്തു. ഒന്ന് വാട്ടർ എടുത്തു, ഒന്നിൽ സലൈൻ വാട്ടർ ഉപ്പുവെള്ളം എടുത്തു, ഒന്നിൽ കെറസിൻ മണ്ണെണ്ണ എടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സെയിം എക്സ്പെരിമെൻ്റ് തന്നെ ചെയ്യാൻ പോവാണ്. എന്നിട്ട് അതെന്തിനാണ് ചെയ്യുന്നത്? ബോയൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബോയൻസി കണ്ടുപിടിച്ച് നോക്കിയപ്പോൾ പല മെറ്റീരിയലിലും പല വെയിറ്റാണ് കണ്ടത്, പല ബോയൻസിയാണ് കണ്ടത്. അതായത് വാട്ടറിൽ ഇട്ട് നോക്കിയപ്പോൾ കല്ലിന് ഒരു ബോയൻസി കിട്ടി, അതായത് വാട്ടറിന് ബോയൻസി കിട്ടി. സലൈൻ വാട്ടറിൽ വെച്ച് നോക്കിയാൽ വേറൊരു ബോയൻസി കിട്ടി. കെറസിനിൽ വെച്ച് നോക്കിയാൽ വേറൊരു ബോയൻസി കിട്ടി. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ പ്രത്യേകത എന്താ? 3 എണ്ണത്തിൻ്റെയും ഡെൻസിറ്റിയിൽ എന്താണ് മാറ്റമുണ്ട്. വാട്ടറിനൊരു ഡെൻസിറ്റിയാണ്, സലൈൻ വാട്ടറിന് ഉപ്പുവെള്ളത്തിനൊരു ഡെൻസിറ്റിയാണ്, കെറസിന് വേറൊരു ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്ദ്രത എന്ന് പറയും. ഡെൻസിറ്റി നമ്മളെന്താ പറയുക? സാന്ദ്രത എന്ന് പറയാം. സാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. മാസ് ബൈ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാന്ദ്രത കിട്ടും. നിർത്തിയിൽ എഴുതുന്നുണ്ട്. സാന്ദ്രത മാസ് ബൈ വോളിയമാണ് സാന്ദ്രത. അപ്പോൾ ഇതിൽ വാട്ടറിനൊരു ഡെൻസിറ്റിയാണ്, അതുപോലെ തന്നെ സാന്ദ്രതയാണ്. സലൈൻ വാട്ടറിനൊരു സാന്ദ്രതയാണ്, കെറസിന് വേറൊരു സാന്ദ്രതയാണ് ആണല്ലോ, അത് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാന്ദ്രത മാറുന്നതിനനുസരിച്ച് ഇതെല്ലാം സെയിം വോളിയാണ് കേട്ടോ, സെയിം മാസാണ് എടുത്തിട്ടുള്ളത്, ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാന്ദ്രത മാറുന്നതിനനുസരിച്ച് ബോയൻസി മാറുന്നുണ്ട്. അപ്പോൾ ബോയൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണ്? ഡെൻസിറ്റിയാണ് ഒരു ഫാക്ടർ, സാന്ദ്രതയാണ് ഒരു ഫാക്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് സാന്ദ്രത തന്നിട്ടുണ്ട്. വാട്ടറിൻ്റെ സാന്ദ്രത എത്രയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. സാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസാണ് കിലോഗ്രാം എന്ന് കൊടുത്തിട്ടുള്ള, വോളിയത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ ക്യൂബ്. അപ്പോൾ വാട്ടറിൻ്റെ സാന്ദ്രത 1000 ആണ്, കെറസിൻ്റെ സാന്ദ്രത, മണ്ണെണ്ണയുടെ സാന്ദ്രത 800 ആണ്, സലൈൻ വാട്ടറിൻ്റെ സാന്ദ്രത 1025 ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, സാന്ദ്രത മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? ബോയൻസി മാറും. അതുപോലെ തന്നെയാണ് നമ്മൾ ഡിഫറെൻറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് ബോയൻ ഫോഴ്സ് ആയിരിക്കും കിട്ടുക. കൂടുതൽ വെള്ളമുള്ളപ്പോഴും കുറവ് വെള്ളമുള്ളപ്പോഴും സാധനത്തിൻ്റെ ബോയൻ ഫോഴ്സിന് വ്യത്യാസം വരും. വെള്ളത്തിൻ്റെ മാത്രമല്ല, എടുക്കുന്ന സാധനത്തിൻ്റെ സാന്ദ്രത ഉണ്ടല്ലോ, അതുപോലെ തന്നെ എടുക്കുന്ന സാധനത്തിൻ്റെ വോളിയത്തിനും നമ്മുടെ ബോയൻ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അടുത്തൊരു ഇതിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ് വരുന്നത്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിലനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. നിങ്ങളൊന്ന് പോസ് ചെയ്ത് അതൊന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ, വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഇൻ എ ഫ്ലൂയിഡ്, ദ ബോയൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഇറ്റ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. അതായത് ആർക്കിമിഡീസ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. ആൾ കണ്ടുപിടിച്ചൊരു പ്രിൻസിപ്പിളാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ആളുടെ പേരിൽ അറിയപ്പെടുന്നു. അതിൻ്റെ കഥ ഭയങ്കര രസകരമായിട്ടുള്ള കഥയാണ്. ആർക്കിമിഡീസിൻ്റെ സ്ഥലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് ഒരു കിരീടം പണിയാൻ വേണ്ടി കൊടുത്തു. കിരീടം പണിയാൻ വേണ്ടി കൊടുത്ത സമയത്ത് രാജാവിനെ കിരീടം പണിത് കിട്ടിയപ്പോൾ ഒരു സംശയം, ഗോൾഡിൻ്റെയാണ്, സ്വർണ്ണത്തോണ്ട് ഉണ്ടാക്കാൻ കൊടുത്തത്. അതിൽ എന്തെങ്കിലും കുറച്ച് പണിത ആൾ
കൃത്രിമം ചെയ്തിട്ടുണ്ടോ, വെയിറ്റ് കുറച്ച് കുറവുണ്ടോ എന്നൊക്കെ ഒരു സംശയം. അപ്പോൾ കിങ് എന്ത് പറഞ്ഞു ആർക്കിമിഡീസിനോട്, ഇതിന് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ആർക്കിമിഡീസ് എന്ത് ചെയ്തു, ആർക്കിമിഡീസിന് കുറേ ആലോചിച്ചൊന്നും കിട്ടിയൊന്നുമില്ല. ആർക്കിമിഡീസിന് അറിയാം എന്ത് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. ഒരു സ്വർണ്ണത്തിൻ്റെ ഡെൻസിറ്റിയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വർണ്ണക്കട്ട കൊടുത്തിട്ടാണ് രാജാവ് പണിയാൻ കൊടുത്തിട്ടില്ലേ. അപ്പോൾ സ്വർണ്ണക്കട്ടയുടെ ആ ഡെൻസിറ്റി എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ മാസ് ബൈ വോളിയം ചെയ്താൽ മതി. അപ്പോൾ ആ വോളിയത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇമ്പ്യൂരിറ്റി ഉണ്ടെന്നാണല്ലോ, അല്ലെങ്കിൽ കൃത്രിമം നടത്തിയിട്ടുണ്ടെന്നാണല്ലോ മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഡെൻസിറ്റി മാസ് ബൈ വോളിയാന്ന് ആർക്കിമിഡീസിന് അറിയായിരുന്നു. പക്ഷേ ആർക്കിമിഡീസിൻ്റെ പ്രശ്നം എങ്ങനെ വോളിയം കണ്ടുപിടിക്കാമെന്നാണ്. കാരണം കിരീടത്തിനൊരു ഡിഫറെൻറ്റ് ഷേപ്പാണ്. സാധാരണ നമ്മൾ വോളിയം കണ്ടുപിടിക്കുകയാണെങ്കിൽ പണ്ടത്തെ ഒരു പാത്രത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം അറിയായിരുന്നു. അത് ഉരുക്കിയിട്ടൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. പക്ഷേ കിരീടത്തിൻ്റെ ഷേപ്പൊക്കെ ഡിഫറെൻറ്റ് ഷേപ്പല്ലേ. അപ്പോൾ അതിനൊന്നും പറ്റാതെ എങ്ങനെ വോളിയം കണ്ടുപിടിക്കാമെന്നായി ആർക്കിമിഡീസിൻ്റെ ചിന്ത. അങ്ങനെ ആർക്കിമിഡീസ് എന്ത് ചെയ്യായിരുന്നു, കുളിക്കായിരുന്നു. ബാത്ത് ടബിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയ വശം എന്ത് സംഭവിച്ചു, കുറച്ച് വെള്ളം പുറത്തേക്ക് തുളുമ്പിപ്പോയി. അപ്പോഴാണ് പെട്ടെന്ന് ആർക്കിമിഡീസിന് ബുദ്ധി വന്നത്. അങ്ങനെ അവിടെ നിന്ന് നേരെ എണീറ്റ് ഓടുകയാണ് രാജാവിൻ്റെ അടുത്തേക്ക്, യുറേക്ക യുറേക്ക എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട്. അതായത് കുളിക്കുന്ന ആവേശത്തിൽ തന്നെയാണ്, തുണിയില്ലാതെ തന്നെയാണ് ഓടിയത്. അങ്ങനെ ഒന്ന് കണ്ടുപിടിച്ചതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വസ്തു വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് വെള്ളം തുളുമ്പിപ്പോവും. ആ തുളുമ്പിപ്പോകുന്ന സാധനത്തിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുങ്ങിയിരിക്കുന്ന വസ്തുവിൻ്റെ വെയിറ്റിന് തുല്യമായിരിക്കും. അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ആ വസ്തുവിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ആർക്കിമിഡീസ്, ഈ സാധനം കിരീടം വെള്ളത്തിലേക്ക് ഇറക്കിയപ്പോൾ പുറത്തേക്ക് പോയ വെള്ളം, ആദേശം ചെയ്ത വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ വോളിയം ഇതിൻ്റെ വോളിയം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് ആർക്കിമിഡീസ് അത് കണ്ടുപിടിച്ചത്. അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ ആ കിരീടത്തിൽ ശരിക്ക് കൃത്രിമം നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനും പറ്റും ആർക്കിമിഡീസിൻ്റെ പ്രിൻസിപ്പിൾ വെച്ച്. അന്ന് ആർക്കിമിഡീസ് അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അതിന് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്നുള്ള പേര് വന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഒരു വസ്തു ഭാഗികമായിട്ടോ പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിനനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അതായത് ഇവിടെ ഫ്ലൂയിഡ് കൊടുക്കുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുറത്തേക്ക് വരുന്ന വെള്ളത്തിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അത് വെച്ചിട്ടാണ് അന്ന് അതിൻ്റെ ഡെൻസിറ്റിയും വോളിയം കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്ലവന തത്വത്തിലേക്ക് കടക്കാം. പ്ലവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ടേഷൻ. ഫ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണമാവും, വെള്ളത്തിന് മുകളിൽ പൊന്തി കിടക്കുന്നതിനാണ് എന്താ പറയുക, നമ്മൾ ഫ്ലോട്ട് ചെയ്യുക എന്ന് പറയാം. അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും. ഇവിടെ നിങ്ങൾ ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, കപ്പൽ വെള്ളത്തിൽ പൊന്തി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു റൈറ്റിലൊരാൾ വെള്ളത്തിൽ പൊന്തി കിടക്കുന്നുണ്ട്. ഈ റൈറ്റിലുള്ള ഫിഗറിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെഡ് സീ അല്ലെങ്കിൽ ചാവുകടൽ എന്നൊക്കെ പറയും. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ മുങ്ങിപ്പോവില്ല, അവിടെ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ പൊന്തി കിടക്കും. അത് ആ ചാവുകടലിൻ്റെ പ്രത്യേകതയാണ്. അത് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി വരുന്ന സമയത്ത് നമുക്ക് പറയാം. അപ്പോൾ ഇത് ഒരു ഫ്ലോട്ടിങ്ങിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ കപ്പൽ പൊന്തി കിടക്കുന്ന ഒരു ഫ്ലോട്ടിങ്ങിന് എക്സാമ്പിളാണ്. അപ്പോൾ പ്ലവന തത്വം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വസ്തു ദ്രാവകത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. അതായത് ഒരു ബോഡി വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് കുറച്ച് വെള്ളം കളയുമല്ലോ. അതായത് നമ്മൾ നേരത്തെ ബീക്കറിലെ എക്സാമ്പിൾ കണ്ടു, അതിൽ പൊങ്ങി കിടക്കുന്ന സമയത്ത് പുറത്തേക്ക് കുറച്ച് വെള്ളം തുളുമ്പിപ്പോവും. ആ തുളുമ്പിപ്പോകുന്ന വെള്ളത്തിൻ്റെ ഭാരവും ഈ വസ്തുവിൻ്റെ ഭാരവും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇതേ സാധനം തന്നെ വെള്ളത്തിൽ ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കാമെന്ന് വിചാരിക്കാം. ഇതിപ്പോൾ വെള്ളമാണെങ്കിൽ വെള്ളത്തിൽ ഫുള്ള് മുങ്ങി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. അങ്ങനെ ഫുള്ള് മുങ്ങിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വോളിയം ഉണ്ടല്ലോ, വ്യാപ്തം, ഈ പുറത്തു പോയ വെള്ളത്തിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. വെൻ ബോഡി ഈസ് ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് ദ വോളിയം ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് വിൽ ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് ദ ബോഡി. അതായത് ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത്, പൊന്തി കിടക്കുന്ന സമയത്ത്, ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എന്താ പറയണേ, അതിൻ്റെ ആദേശം ചെയ്യുന്ന ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിൻ്റെ വെയിറ്റും ബോഡിയുടെ വെയിറ്റും, അതായത് ആ വസ്തുവിൻ്റെ വെയിറ്റും ഈക്വലായിരിക്കും. ഈക്വലായിരിക്കും. ഇനി അത് ഫുള്ള് മുങ്ങിക്കിടക്കുന്ന സമയത്ത്, ഇമ്മേഴ്സ്ഡ് ചെയ്തിരിക്കുന്ന സമയത്ത്, ഇമ്മേഴ്സ്ഡ് ആയി കഴിഞ്ഞാൽ എന്താ, ഈ രണ്ട്
ബോഡിയുടെ വോളിയം ഡിസ്പ്ലേസ് ചെയ്ത വോളിയം ഈക്വൽ ആയിരിക്കും. ഡിസ്പ്ലേസ്ഡ് വോളിയം ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മുടെ ഫ്ലോട്ടേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പറയുന്നത്. പൊങ്ങി കിടക്കുമ്പോൾ ബോഡിയുടെ വെയിറ്റും ഡിസ്പ്ലേസ് ചെയ്ത വെയിറ്റും ഈക്വൽ ആയിരിക്കും. ഫുള്ള് മുങ്ങിയിരിക്കുന്ന സമയത്ത് ബോഡിയുടെ വ്യാപ്തവും അതുപോലെ തന്നെ ആ പുറത്തു പോയ ലിക്വിഡിൻ്റെ ദ്രവത്തിൻ്റെ വ്യാപ്തവും ഈക്വൽ ആയിരിക്കും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പറയുന്നത്. ഇനി അടുത്തത് റിലേറ്റീവ് ഡെൻസിറ്റിയാണ്. നമ്മൾ സാന്ദ്രതയെ പറ്റി പറഞ്ഞു. അതായത് ആപേക്ഷിക സാന്ദ്രത എന്നാണ് റിലേറ്റീവ് ഡെൻസിറ്റിനെ പറയാം. എന്താ പറയുക? ആപേക്ഷിക സാന്ദ്രത എന്ന് മലയാളത്തിൽ പറയും. ആപേക്ഷിക സാന്ദ്രത എന്ന് പറയും. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത നമുക്കറിയാം. ഡെൻസിറ്റി, വെള്ളത്തിനൊരു ഡെൻസിറ്റി ഉണ്ട്. നമ്മൾ എത്ര പറഞ്ഞു നേരത്തെ? 1000 kg/m³ ആണ് വെള്ളത്തിൻ്റെ സാന്ദ്രത. അതായത് ഒരു മീറ്റർ ക്യൂബ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിന് 1000 kg വെയിറ്റ് ഉണ്ടായിരിക്കും. ഒരു മീറ്റർ ക്യൂബ് വെള്ളത്തിന് 1000 kg വെയിറ്റ് ഉണ്ടായിരിക്കും. അതാണ് ഡെൻസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു വോള്യത്തിൽ എത്രമാത്രം അതിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് എന്നുള്ളതാണ്, എത്ര മാസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെൻസിറ്റി വെള്ളത്തിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു മെറ്റീരിയലാണ് എന്ത്? തേൻ, ഹണി. അതുപോലെ തന്നെ വെള്ളത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? ഡെൻസിറ്റി വാട്ടറിനേക്കാൾ കൂടുതലായിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾ പഠിച്ചു. ഒന്ന് സലൈൻ വാട്ടർ, ഉപ്പ് വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്. അതുപോലെ ഡെൻസിറ്റി കൂടുതലുള്ള വേറെ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഡെൻസിറ്റി കുറവുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? സാന്ദ്രത കുറവുള്ളത്, വെള്ളത്തിനേക്കാൾ കുറവുള്ളത് കെറസിൻ, മണ്ണെണ്ണയ്ക്ക് കുറവാണ്. അതുപോലെ പെട്രോളിന് വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറവാണ്. അതുപോലെ ഓയിലുകൾക്കൊക്കെ, സാധാരണ ഓയിലുകൾക്ക്, വെളിച്ചെണ്ണയ്ക്കൊക്കെ വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വെള്ളത്തിൻ്റെ ഡെൻസിറ്റിനായിട്ട് കമ്പയർ ചെയ്തിട്ട്, താരതമ്യം ചെയ്തിട്ട് വേറൊരു വസ്തുവിൻ്റെ ഡെൻസിറ്റി പറയുകയാണെങ്കിൽ അതിനെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയും. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതായത് വെള്ളത്തിൻ്റെ സാന്ദ്രതയ്ക്ക് അടിയിലുണ്ടാവുക, മുകളിൽ ആ സബ്സ്റ്റൻസിൻ്റെ സാന്ദ്രത. ഇപ്പോൾ നമുക്ക് ഹണിയുടെ ഡെൻസിറ്റി കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ഹണിയുടെ റിലേറ്റീവ് ഡെൻസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഹണിയുടെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ഇത് ഡെൻസിറ്റി ഓഫ് ഹണി ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹണിയുടെ റിലേറ്റീവ് ഡെൻസിറ്റി കിട്ടും. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഹണി കിട്ടും. അങ്ങനെയാണ് ആപേക്ഷിക സാന്ദ്രത കാണുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് യൂണിറ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. കാരണം എന്താ? മേലുള്ളൊരു വസ്തുവിൻ്റെ ഡെൻസിറ്റിയാണ്, അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? 1000 kg/m³ ആയിരിക്കും. താഴെയുള്ളതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? 1000 kg/m³ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഒരു ഉപ്പുവെള്ളത്തിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉപ്പുവെള്ളത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് 1025 kg/m³ ആണ് അതിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അതിൽ 1000 kg/m³ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ആൻസർ വരിക? 1000 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.025 എന്ന് വരും. മേലും താഴെ യൂണിറ്റ് സെയിം അല്ലേ? അപ്പോൾ അതിന് യൂണിറ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല? യൂണിറ്റ് ഒന്നുമില്ല. പിന്നെ വെള്ളത്തിനേക്കാൾ കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഒരു വസ്തുവിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി 1 കൂടുതലായിരിക്കും അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി. ഇനി വെള്ളത്തിനേക്കാൾ കുറവാണ് അതിൻ്റെ ഡെൻസിറ്റി എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എടുത്തു കഴിഞ്ഞാൽ 1 കുറവായിരിക്കും, <1 ആയിരിക്കും കിട്ടുക. കാരണം നമ്മൾ എഴുതുമ്പോൾ മേലുള്ള വസ്തുവിൻ്റെ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് എന്തായാലും 1 കൂടുതലാണ് കിട്ടുക. കാരണം താഴെയുള്ളതിനേക്കാൾ മേലുള്ള കൂടുതലാണെങ്കിൽ നമുക്ക് 1 കൂടുതലുള്ള വാല്യൂ കിട്ടും. അപ്പോൾ 4/2 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടുള്ളൂ. അത് താഴെയുള്ള വാല്യൂ ചെറുതാണ്, മേലുള്ള വലുതാണ്. അതായത് 1 കൂടിയ വാല്യൂ കിട്ടുള്ളൂ. ഇനി താഴെയുള്ള വലുതും മേലുള്ള ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് 1 ചെറിയ വാല്യൂ കിട്ടും. അത്രേ ഉള്ളൂ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ കാര്യം. അങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കുക. ഇനി ഈ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഉപകരണമുണ്ട്. ഇനി ആ ഉപകരണത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതിനെയാണ് നമ്മൾ ഹൈഡ്രോമീറ്റർ എന്ന് പറയുക. അപ്പോൾ ഹൈഡ്രോമീറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി പഠിക്കുന്നത്. നിങ്ങൾ ലാക്ടോമീറ്ററൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പാലിൻ്റെ കട്ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാക്ടോമീറ്ററൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പാലിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത് സെയിം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രോമീറ്റർ തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഹൈഡ്രോമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇതിൽ കുറച്ച് മാർക്കിങ്സ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ 1 ഉണ്ടാവും. അതുപോലെ 1 ഇതിൽ റീഡിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്കാണ് ഇതിൻ്റെ റീഡിങ് കൂടി വരിക. ഇത് റിലേറ്റീവ് ഡെൻസിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ
സാധാരണ നോർമൽ വാട്ടറിലാണെന്നുണ്ടെങ്കിൽ ഇതെന്ത് കാണിക്കും? റിലേറ്റീവ് ഡെൻസിറ്റി 1 എന്ന് കാണിക്കും. അതായത് വാട്ടറിൻ്റെ ഡെൻസിറ്റി ഡിവൈഡ് ബൈ വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് കാണിക്കുക. ഇനി വാട്ടറിനേക്കാൾ ഡെൻസിറ്റി ഉള്ള കൂടുതലുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീഡിങ് എന്ത് കാണിക്കും? 1നേക്കാൾ കൂടുതലല്ല കാണിക്കുക. വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കുറവുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ 1നേക്കാൾ കുറവും കാണിക്കും. അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബീക്കർ എടുക്കുക. അതിൽ ഏതിൻ്റെയാണോ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കേണ്ടത് ആ ലിക്വിഡ് ഇതിലെടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ നമ്മുടെ ഹൈഡ്രോമീറ്റർ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്യും. ഫ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് താഴ്ന്നു പോവും. ഇങ്ങനെയല്ലേ ഉള്ള സാധനം. ഈ സാധനം കുറച്ച് താഴ്ന്നു പോവും. അത് ഈ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ച് ഇത് താഴ്ന്നതിൽ വ്യത്യാസപ്പെടുകയും ചെയ്യും. അപ്പോൾ വെള്ളത്തിൻ്റെ കളും ഡെൻസിറ്റി കൂടിയ സാധനമാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് താഴുള്ളൂ. ഇപ്പോൾ ഇതിപ്പോൾ നമ്മളെടുത്തിട്ട് ഉപ്പുവെള്ളമാണെന്ന് വിചാരിക്കുക. സലൈൻ വാട്ടറാണ് എടുത്തിരിക്കണമെന്ന് വിചാരിക്കുക. സലൈൻ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇത് വെള്ളത്തിൽ താഴുന്നതിനേക്കാളും കുറച്ചേ താഴുള്ളൂ. അതായത് ഇതാണ് ഇപ്പോൾ നമ്മുടെ 1 എന്നുള്ള മാർക്കിങ് വിചാരിക്കും. ഇവിടെയാണ് നമ്മുടെ 1. ഇവിടേക്ക് ഇങ്ങനെ കൂടി വരികയാണ് 2, 3, 4 ഇങ്ങനെ അടിയിലേക്കാണ് റിലേറ്റീവ് ഡെൻസിറ്റി കൂടി വരിക. അപ്പോൾ വെള്ളത്തിലിട്ടപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇതിപ്പോൾ നമ്മളിവിടെ നീട്ടി വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വാട്ടർ ഉണ്ട് വിചാരിക്കും, ഇത്രയും മുങ്ങി. അപ്പോൾ ഇവിടെയാണല്ലോ നമ്മുടെ റീഡിങ് കാണിക്കുക. ഈ ഭാഗത്തായിരിക്കും റീഡിങ് കാണിക്കുക. അപ്പോൾ എത്ര വരെ വെള്ളം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുക. എത്ര വരെ മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് റീഡിങ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഉപ്പുവെള്ളമാണ സമയത്ത് എന്ത് ചെയ്യും? ഇത് കുറച്ചുകൂടെ പൊന്തിയിട്ടായിരിക്കും നിൽക്കുക. കാരണം ഇത്രയും താഴില്ല. ഉപ്പുവെള്ളത്തിൽ അധികം താഴില്ല. ഉപ്പുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ താഴുന്നതിനേക്കാളും കുറച്ച് കുറവേ താഴുള്ളൂ. കാരണം ഉപ്പുവെള്ളത്തിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ഇത് കുറച്ചേ താഴുള്ളൂ. കുറച്ച് താഴെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം കുറച്ച് മേലോട്ട് പൊന്തല്ലേ ചെയ്യുക വെള്ളത്തിൽ. അതായത് വെള്ളത്തിലായിരുന്നപ്പോൾ ഇതുവരെ താഴ്ന്നു. ഉപ്പുവെള്ളത്തിലാകുമ്പോൾ സപ്പോസ് ഇവിടം വരെ താഴുണ്ടാവുള്ളൂ. അപ്പോൾ റീഡിങ് നമുക്ക് എത്ര കിട്ടും? ഒരു 1.25 എന്നുള്ള റീഡിങ് നമുക്ക് കിട്ടും. ഇനി അതിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത്രേ താഴുള്ളൂ. ബാക്കി ഭാഗമൊക്കെ പുറത്തേക്ക് ഉണ്ടാവും. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി നമുക്ക് എത്ര കിട്ടും? അവിടെയുള്ള വാല്യൂ കിട്ടും. അതാണ്. അപ്പോൾ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച്, റിലേറ്റീവ് ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഇത് കുറച്ച് മാത്രമേ സിങ്ക് ചെയ്യുള്ളൂ. കുറച്ചാണ് താഴുള്ളൂ. താഴുന്നത് എന്തായിരിക്കും? വളരെ കുറച്ചായിരിക്കും. അതായത് കുറച്ച് മാത്രം താഴുന്നു. ഓക്കെ. അപ്പോൾ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് കുറച്ച് താഴും, ഡെൻസിറ്റി കുറയുന്നതിനനുസരിച്ച് കൂടുതൽ താഴും. അപ്പോൾ അങ്ങനെയാണ് ഹൈഡ്രോമീറ്ററിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കുക. ഇതിനൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞു നമ്മുടെ ബോയൻ ഫോഴ്സിനെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് അത്? ഡെൻസിറ്റി സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ വസ്തുവിൻ്റെ വോളിയം അത് സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പരിധി വരെ വസ്തുവിൻ്റെ ഷേപ്പ് അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ബോയൻ ഫോഴ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ബോയൻ ഫോഴ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഡെൻസിറ്റി, വോളിയം, അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പ്. വോളിയം, ഷേപ്പൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അതാണ് ചില സാധനങ്ങൾ നമ്മൾ മടക്കിയിട്ട് കഴിഞ്ഞാൽ അത് താഴ്ന്നു പോകും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ സ്റ്റീലിൻ്റെ ഒരു ഷീറ്റാണെന്ന് വിചാരിക്കുക. അത് ഇങ്ങനൊരു ഷേപ്പിൽ ഉണ്ടാക്കി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യും. പക്ഷെ അതേ സാധനം തന്നെ മടക്കി കുറേ ചെറിയ കഷ്ണമാക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? താഴ്ന്നു പോകും. അപ്പോൾ ഷേപ്പും വോളിയൊക്കെ അതിൽ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ബോയൻ ഫോഴ്സിനെ ബാധിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഡെൻസിറ്റി, വോളിയം, അതുപോലെ തന്നെ ഷേപ്പ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാർട്ട് 1 വീഡിയോ. താങ്ക് യു.